ബാക്ക്, ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ് 80. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം MS ട്രോൾ സീരീസിലാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ, ഇന്ന് ക്രിസ്മസ് ആണ് സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ കുറച്ച് ക്രിസ്മസിൻ്റെ ബിൽഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് പേര് സെർവറിലുമുണ്ട്. അപ്പോൾ അവരുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ. അപ്പം എല്ലാവർക്കും ഒന്നും വരാൻ പറ്റിയില്ല. അപ്പം വന്നവരൊക്കെ ഇവിടെ ഉണ്ട്. വന്നവരൊക്കെ ആയിട്ട് നമുക്ക് പോയി ക്രിസ്മസ് സെലിബ്രേഷൻ നടത്താം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോൾ നമ്മൾ കറന്റ് നിൽക്കുന്നത് നമ്മുടെ ജുഗിലിൻ്റെ വീട്ടിലാണ്. ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഇവിടെയൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്ക് വിളിച്ചുകൊണ്ട് പോവാം. ഓക്കെ, എനിവേയ്സ് നമ്മുടെ ക്ലൗണിൻ്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ക്ലൗണിൻ്റെ വീട്ടിൽ ക്ലൗൺ ഉണ്ടോ? ഇല്ല, ക്ലൗണിനെ ഒന്നും അവിടെ കാണുന്നില്ല. ഉണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ തുള്ളിച്ചാടി അടകണ്ടാണ്, ക്രിസ്മസ് ഒക്കെ അല്ലേ. പക്ഷേ ആരും കാണുന്നില്ല. എന്തോ അവരൊക്കെ തിരക്കായതുകൊണ്ടാണ് ഇല്ലാത്തത്. നമ്മൾ ബോട്ട് അറ്റാച്ച് ചെയ്യുന്ന ഡോക്കൊക്കെ ഇവിടെ സെറ്റാണ്. എത്തിക്കാത്തോടെ നൈറ്റ് ഇപ്പോൾ നടക്കുന്ന കാര്യം നമുക്ക് വളരെ പേടിച്ച് നടക്കേണ്ട ഒരു സിറ്റുവേഷനിലാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ പംകിൻ്റെ ബിൽഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പം അതിനകത്ത് കയറുമ്പോൾ നൈറ്റ് ആവുന്നൊക്കെയാണ് ഇവിടെ കിട്ടുന്ന അറിവ് മാത്രമല്ല, ഞാനും പോയി കയറിയായിരുന്നു. അങ്ങനെയൊക്കെയാണ് വിഷയങ്ങൾ. എന്താടാ സിറ്റിയിൽ ആരും ഇല്ലേ? സിറ്റിയിൽ ഒറ്റ മനുഷ്യരില്ലേ? വാട്ട് ഹാപ്പൻ ബ്രോ? ഓക്കെ ഗൈസ്, നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ അവിടെ നൈം ടാഗ് കാണുന്നു. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആരെവിടെ? ആരുടെ പോലീസ് സ്റ്റേഷനിൽ? ഇതെന്ത് രണ്ട് നൈം ടാഗ്? ഡേ ഹലോ മിസ്റ്റർ മല്ലു GT ഗെയിമർ, ഇങ്ങോട്ട് താഴെ ഇവിടെ. നമസ്കാരം. ഞാൻ എന്നെ കണ്ടിട്ട് ആരെന്നാ കൊള്ളാടാ, ഇത്രയും പോപ്പുലറായ എന്നെ നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ സുഖമൊക്കെ തന്നെ GT? പിന്നെ എന്തൊക്കെ സുഖം. മുയല് നിക്കട്ട്, എന്ത് പ്രേതമാടാ. പോലീസ് സ്റ്റേഷനകത്ത് ആരാണ്ട നിക്കുന്നു? ഡേയ് താനാരാ? ഇതെന്താണ് വഴിയേറ്റി വരുന്നവരൊക്കെ എല്ലാം കൂടെ കിടക്കാനുള്ള സ്ഥലമാണ്? നിന്റെ പേരെന്താന്ന് പറഞ്ഞേ? അതിനാണ് അവൻ ക്യാറ്റ് എന്നും പറഞ്ഞ് പൂച്ച എന്നും പറഞ്ഞ് ഓടിപ്പോയെ. എന്റെ പേര് നോട്ട് ക്രാഫ്റ്റ് 80. ഞാനാണ് ഈ സിറ്റിയുടെ മേയർ. സിറ്റിയിലെ പോലീസ് DGP എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത വ്യക്തി എന്ന് പറയാം. അപ്പൊ വരൂ മിസ്റ്റർ സൈസ് ക്യാറ്റ്, വെൽക്കം ടു MSN സിറ്റി. സാധനമുണ്ടോ? സാധനം ഉണ്ടോ? ഇനി പട്ടീരൊന്നും പിടിച്ചാടിയല്ലേ? ഇനി എന്തിനാടാ പട്ടി? നീ നിക്കല്ലേ, പിന്നെ നീ എന്തിനു പട്ടി? നമസ്കാരം. ഹാപ്പി ക്രിസ്മസ് മിസ്റ്റർ റെഫ് ഗെയിമിംഗ് സിഗ്മ. നമസ്കാരം. അല്ല ബ്രോ, നിങ്ങൾ സിഗ്മ ആയിരുന്നല്ലേ, ഇപ്പൊ തലയുടെ മുകളിൽ നിന്ന് ആ പേരെടുത്ത് മാറ്റൂ, സിഗ്മ എന്നുള്ള. ഇന്ന് വാണ്ടഡ് ക്രിമിനൽ ഒന്നുമില്ല. ഇന്നെല്ലാം പീസ്ഫുൾ. ഇന്ന് ക്രിസ്മസ്.
അടി വേണ്ട. നാളെ മിസ്റ്റർ എഫ് ഗെയിമിംഗ്, ഇതാ നമ്മളെ സിറ്റിയിലേക്ക് ഇതാ പുതിയൊരു അഭയാർത്ഥി എത്തിയിരിക്കുന്നു, മിസ്റ്റർ സൈസ് കാറ്റ് വൈറ്റി. നീ പേടിച്ചോ? നിന്റെ ഷോപ്പിൽ ഇത് മനുഷ്യ പൂച്ചയാണ്, നീ വിഷമിക്കില്ല. അവന് വിഷമാവോടാ. കാര്യം നീ അടുത്തോട്ട് പോവല്ലേ, അവൻ എലിയാണ്. അപ്പൊ നീ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവൻ ഓടും. ഹാപ്പി ക്രിസ്മസ്. മതി 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 മതി. മിസ്റ്റർ സൈസ് കാറ്റ്, എനിക്കിവിടെ ഒരു വീടുണ്ടായിരുന്നു. ചില വ്യക്തികൾ, ചില ചുമന്ന കരങ്ങൾ അതിനെ ഇവിടുന്ന് തുടച്ചു നീക്കി. ചുവന്ന കരങ്ങളുടെ വീട് ഓറഞ്ച് കരങ്ങൾ നീക്കിയായിരുന്നു. എടാ എനിക്ക് ഓറഞ്ച് കരമല്ല, എന്താ എന്റെ കൈയുടെ അറ്റത്ത് കണ്ടോ കറുപ്പല്ലേ? ആ കറുപ്പും വെളുപ്പുമാണ്. ഓക്കെ കണ്ടല്ലോ, അപ്പൊ ഓറഞ്ച് കരമല്ല കേട്ടോ. എന്റേത് വെള്ളയാണ് കേട്ടോ, എന്റെ ചുവപ്പല്ലേ, എന്റെ വെള്ളയാണ്. നിന്നെ ചുവപ്പെന്ന് പറയാൻ പറ്റൂലല്ലോ, കാര്യം വെച്ചാൽ ഞാൻ മൊത്തത്തിൽ കറുപ്പടിച്ച് വെച്ചേക്കല്ലേ. അല്ലേ 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 ഇത് പച്ച കളറാണ്, പക്ഷെ ഇന്ന് മൊത്തത്തിൽ ചുവപ്പടിച്ച് വെച്ചേക്കുന്നത്. അതെന്താ എനിക്ക് അറിയത്തില്ല. ഓ ക്രിസ്മസ് ആണ്. നിന്റെ കടയിൽ ഇതൊക്കെ കിട്ടും, എന്നിട്ട് നമുക്കെന്ത് മേടിച്ചു തരാൻ? ക്രിസ്മസ് ആയിട്ട് നമുക്ക് ഇതൊക്കെ ഗിഫ്റ്റ് ചെയ്യണ്ടായിരുന്നു. എന്താണ് ബ്രോ? നിങ്ങക്ക് ഫ്രീ അല്ലേ? എടുക്കാൻ പറ്റില്ല സഹോദര. ഇനിയിപ്പോ നമുക്ക് എന്തായാലും ഇങ്ങനെ പോവാം. എന്താണ്? എനിക്കറിയത്തില്ല, പറയണം. ഉണ്ടല്ലോ, എഫ് ഗെയിമിംഗ് ഉണ്ടല്ലോ. ഗവൺമെന്റിന് ടാക്സ് കൊടുക്കാതാണ് ഈ കട ഓടിക്കുന്നത്. ഗവൺമെന്റിന് ടാക്സ് കൊടുക്കാതെയാണ് ഈ കട ഓടിക്കുന്നത്. അത് ഞാൻ കൂട്ടില്ല, നീ വിഷമിക്കാതെ. അതാണ് ഞാൻ മാണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, എന്നാ നമുക്ക് ഇനി ക്രിസ്മസ് സെലിബ്രേഷൻ ഏരിയയിലോട്ട് പോവാം. ഇനി ഇവിടെ കിടന്ന് തല്ലു പിടിക്കണ്ട. അങ്ങനത്തെ ഏരിയ ഉണ്ടോ? പിന്നെ അതൊക്കെ സെറ്റ് ആക്കി നമ്മള്. എടേ പിന്നെ എഫ് ഗെയിമിങ്, എനിക്കൊരു കാര്യം പറയണ്ട്. എഫ് ഗെയിമിങ് മിസ്റ്റർ ഇപ്പൊ പുതിയ ആളെന്തി? പൂച്ച, ഈ പോസ്റ്റ് ഓഫീസ് ഉണ്ടോ? ഇതിനെ ഒന്ന് നോക്കി വെച്ചോ. ഇതിനെ കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ ഇത് മോഡിഫൈ ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഞാനിവിടെ എഫ് ഗെയിമിങ്, ഞാനിവിടെ ഒരു പുതിയ കട ഇടുന്നുണ്ട്. നിന്റെ കടയ്ക്ക് അത് ഒരു പ്രശ്നമാവുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ നല്ലൊരു കട ഇടാൻ പോകും. ചിക്കൻ കട, എല്ലാത്തരം ചിക്കനും ലഭിക്കുന്ന. പറഞ്ഞൂടാ. കത്തി, അരിവാട്, എനിക്ക് വേണ്ടി ഒരു നെതറൈറ്റ് സ്ക്വാഡ് ഒന്ന് റെഡിയാക്കി വെച്ചേക്കണേ മിസ്റ്റർ എഫ് ഗെയിമിംഗ്. ഇവിടെ ചില വ്യക്തികൾ, എന്റെ വീട് തുടച്ചു നീക്കിയ വ്യക്തികളെ എനിക്ക് ഇവിടുന്ന് പാലായനം ചെയ്യിക്കണം. അപ്പൊ നീ അതൊന്ന് സെറ്റ് ആക്കണേ. പിന്നെ ഇവിടെ പുതിയൊരു കോഴിക്കട തുടങ്ങാൻ പോകുന്ന വ്യക്തികളെ എനിക്കൊന്ന് ചെയ്യണം. എന്താ? ഇവിടെ പോലീസ് സ്റ്റേഷൻ നടത്തുന്ന വ്യക്തികളെ, പോലീസ് സ്റ്റേഷൻ അവിടെ വേണമെങ്കിൽ കൈയും കാലും ഒക്കെ അടക്കി വെച്ച് അവിടെ ഇരിക്കണം. അതെ അതെ അതെ, അത് കോഴിയുടെ വില ഞാൻ സഹിച്ചില്ല. എന്റെ ഇഷ്ടം പോലെ ഡയമണ്ട് ഉണ്ട്, അത് കൊടുത്ത് ഞാൻ മേടിച്ചോളാം. നീ വിഷമിക്കായി. അങ്ങനെ നമ്മൾ ഫൈനലി ക്രിസ്മസ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് നമ്മളെ ക്രിസ്മസ് ഏരിയ. അല്ല, ഒരാള് മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ എന്ന് പറയാൻ. ബാക്കി രണ്ട് സുഹൃത്തുക്കൾ എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോ നമ്മുടെ രണ്ട് സുഹൃത്തുക്കളൊക്കെ ഇവിടെ എത്തിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ വരൂ. സുഹൃത്തെ, മൂന്നാമത്തെ സുഹൃത്തുണ്ട് ഇവിടെ. നമ്മള് 3 സുഹൃത്തുക്കളുണ്ട്. ഒരു സുഹൃത്ത് എത്തിയില്ല. ഒരു സുഹൃത്ത് കാലിന് വാദം പിടിച്ച് തോടയ്ക്കുന്നു. ഇങ്ങോട്ട് വാടാ, നീ അവിടെ നിന്ന് എന്തിനാ കാണിക്കുന്നു? അപ്പൊ ഗൈസ്, അപ്പൊ എഫ് ഗെയിമിംഗ്, ഇതാണ് ഞാൻ സെറ്റ് ചെയ്ത നമ്മുടെ ക്രിസ്മസിന്റെ ഏരിയ. എങ്ങനെയുണ്ടെന്ന് പറയും. ഞാനും ജുഗിലും കൂടെ സെറ്റ് ചെയ്ത. പക്ഷെ ജുഗിലിന് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇന്ന് എത്താൻ സാധിച്ചില്ല. എന്നാലും ജുഗിലിന്റെ സ്മരണയ്ക്കായിട്ട് നമുക്ക് ഇവിടെ സ്മരണകൾ നടത്താം.
ഇതൊക്കെ എങ്ങനെ നമ്മൾ ഉണ്ടാക്കി? ഇവിടെ പുള്ളി ചുറ്റിക്കണ്ടു നോക്കാം. എങ്ങനെയുണ്ട്? ക്രാഫ്റ്റിന്റെ കഴിവുകളാണ് നീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സ്നോമാൻ അറിയാലോ അല്ലേ? ക്രിസ്മസ് ട്രീ ഏതോ ഇതൊരു വിഷയമുണ്ട് എഫ് ഗെയിമിങ്. സ്റ്റേഡിയത്തിനെ കാട്ടി വലിയ പൊക്കമുള്ള സ്നോമാനാ. ആ ദേ ഇവിടെ മറ്റേത് അച്ഛനം ക്രിസ്മസ് അപ്പൂപ്പൻ ആരാണ് ഉണ്ടാക്കിയത്? ക്രിസ്മസ് അപ്പൂപ്പനെ ഞാൻ. പാന്റിന്റെ ഒരു കൂട്ട. അയ്യോ അത് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇവിടെ ചില തുരപ്പന്മാര് കേറിയിട്ട് ക്രിസ്മസ് അപ്പൂപ്പന്റെ അകത്ത് ബിൽഡ് ചെയ്ത് തീരുന്നതിന് മുമ്പ് സീക്രട്ട് ബേസ് ഉണ്ടാക്കാൻ കയറിയതിന്റെ ഫലമാണ് ആ കാണുന്നത്. അത് കുഴപ്പമില്ല കാരണം ഇവിടെ സീക്രട്ട് വഴിയൊക്കെ, എന്ത് കാണിക്കുന്നത്? ഇവിടെ സീക്രട്ട് വഴിയൊക്കെ. എന്താടാ എടാ, അവിടെ വെക്കേണ്ട ബ്ലോക്ക് ഇതാ ഇവിടെ വെച്ചേക്കുന്നു ഇവൻ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ക്രിസ്മസ് അപ്പൂപ്പന്റെ പാന്റിലെ ഹോള് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി പോയി ഫ്രണ്ടിൽ നോക്കൂ. ഓക്കെ, സെറ്റായി. ഇപ്പൊ സെറ്റായി. ഇപ്പോഴാണ് ക്രിസ്മസ് അപ്പൂപ്പനായത്. ഓക്കെ 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 ഓക്കെ. ഇതൊരു വാഴ ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ. ഇവിടെ ഓരോരുത്തരുടെ ഗിഫ്റ്റ് ഉണ്ട്. അവരവരുടെ പെട്ടിന്ന് മാത്രം എടുക്കുക, ബാക്കിയുള്ളവർ വന്ന് എടുക്കട്ടെ. ഞാൻ എന്റെ സമ്മാനം എടുക്കട്ടെ. നിങ്ങളുടെ പേരും കൂടെ അത് എഴുതിയിട്ടുണ്ട് കേട്ടോ. പേരൂടെ നോക്കി എടുക്കാം. അല്ലല്ലല്ല, ഒരു കാര്യം ചോദിക്കട്ടോ. ഗെയിമിംഗ് ഹീറോയാ? എഫ് ഗെയിമിംഗ് ഗിഫ്റ്റ് ബോക്സ്. അപ്പൊ സുഹൃത്തുക്കളെ, എങ്ങനെയുണ്ട് ഈ സ്ലെഡ്ജ്? ഞാൻ ബിൽഡ് ചെയ്തതാണ്, നമ്മളെ സാനയുടെ വണ്ടി. അപ്പൊ ഗൈസ്, ഈ ക്രിസ്മസ് ട്രീയും പിന്നെ സാന്റാക്ലോസും പിന്നെ ഇവിടെ ഉള്ള നമ്മളെ ഫുൾ ക്രിസ്മസ് ഏരിയ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ റേറ്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ സമയമായിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പം നമ്മുടെ പുതിയ വ്യക്തിയായിട്ട് വന്ന ഐസ്കാറ്റ് അടിച്ചുപോയി. ബാക്കിയുള്ളവർക്കൊക്കെ എന്തൊക്കെ തിരക്കുകൊണ്ട് വരാൻ സാധിച്ചില്ലായിരുന്നു. എങ്കിലും ക്രിസ്മസ് സെലിബ്രേഷൻ അത്യാവശ്യം പൊളിയായിരുന്നു. ഓണത്തിന്റെ അത്രയൊന്നും ആയില്ലെങ്കിലും നമ്മളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെ അങ്ങനെ തട്ടി മുട്ടിയൊക്കെ തീർന്നു. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് മറ്റു ദിവസം കാണാം. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ് വെയിറ്റി സൈനിങ് ഓഫ്. ബൈ.